Hi friends, welcome to my channel. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് 3 ലെയർ വാനില കേക്ക് ആണ്. വളരെ സിമ്പിൾ ആയിട്ട് വളരെ പെട്ടെന്ന് ഓവനൊന്നും ഇല്ലാതെ കേക്ക് ഉണ്ടാക്കുന്ന പാത്രവും ഇല്ലാതെ ഫ്രൈയിങ് പാനിൽ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിന്റെ കൂടെ വിപ്പിംഗ് ക്രീം ഉണ്ടാക്കുന്നത് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ ഫുൾ ഇരുന്ന് കാണണം. അഥവാ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ മാക്സിമം ഷെയർ ചെയ്യുക. അതിന്റെ കൂടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതിനു വേണ്ടി ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് മിൽക്ക് മെയ്ഡ് ഒഴിക്കാം. ഇനി 1/4 കപ്പ് ഓയിൽ ഒഴിക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിൽ ആണ് എടുത്തിട്ടുള്ളത്. ഇനി 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർക്കാം. എന്നിട്ടൊരു വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്യാം. വിസ്ക് ഇല്ലെങ്കിൽ സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്താലും മതി. ഇതിനു വേണ്ടി മിൽക്ക് മെയ്ഡ് ആണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതിനു പകരം 2 കോഴിമുട്ട ചേർത്താലും മതി. ഞാനിവിടെ കോഴിമുട്ട ചേർക്കാതെയാണ് കേക്ക് ഉണ്ടാക്കുന്നത്. ഇനി ഒരു അരിപ്പ വെച്ചിട്ട് 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ടിട്ട് അരിച്ചെടുക്കാം. ചിലർ 3 പ്രാവശ്യം അരിച്ചെടുക്കാറുണ്ട്. അതിൻ്റെ ആവശ്യമില്ല, അല്ലാതെ തന്നെ മിക്സായി കിട്ടും. ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും എടുക്കുമ്പോൾ അതിൻ്റെ എക്സ്പയറി ഡേറ്റ് ഒന്ന് നോക്കേണ്ടതാണ്. എക്സ്പയറി കഴിഞ്ഞു പോയതാണെങ്കിൽ നമുക്ക് കേക്ക് ശരിയായി കിട്ടില്ല. എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. എന്നിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. ബാറ്റർ ഇവിടെ തിക്കാണ്. ഇനി 1/2 കപ്പ് പാലൊഴിക്കാം. പാൽ ഒന്നിച്ചൊഴിക്കരുത്, കുറച്ചായിട്ട് ഒഴിച്ച് നമുക്ക് മിക്സ് ചെയ്യാം. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിക്കാം. വാനിലയുടെ ഒരു സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് 3 പാർട്ടായി ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ സ്റ്റൗവിലേക്ക് വെക്കാം. 1 സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് നമുക്കൊരു ബ്രഷ് വെച്ച് തടവാം. ഇനി നമുക്ക് ഫസ്റ്റ് ബാറ്റർ ഒഴിക്കാം. എന്നിട്ട് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ട് 5 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും നമുക്ക് വിപ്പിംഗ് ക്രീം തയ്യാറാക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇടാം. 1 ഗ്ലാസ് വെള്ളവും ഒഴിച്ച് വേറെ ഒരു ബൗള് ഇതിൻ്റെ മുകളിലായിട്ട് വെക്കാം. വിപ്പിംഗ് ക്രീം ഞാൻ എടുത്തത് ഗോൾഡൻ മാർക്കാണ്. ഇതൊന്ന് ഷേക്ക് ചെയ്തതിന് ശേഷം ബൗളിൻ്റെ 1/4 ഭാഗം വരെ ഒഴിക്കാം. ഇത് ഞാൻ വാങ്ങിച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളതാണ്. ഫ്രീസറിലല്ല, താഴത്താണ് വെച്ചിട്ടുള്ളത്. ഇത് നമ്മൾ വിപ്പ് ചെയ്തെടുക്കുമ്പോൾ ഇതിന് നല്ല തണുപ്പ് വേണം. വേണമെങ്കിൽ കുറച്ച് പൊടിച്ച പഞ്ചസാര ചേർക്കാം. അതൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്, നിർബന്ധമല്ല. 8 മിനിറ്റ് വേണ്ടി വന്നു ഇത് ബീറ്റ് ചെയ്തെടുക്കാൻ. എന്നിട്ട് നല്ലോണം ബീറ്റ് ചെയ്യാം. നമ്മുടെ വിപ്പിംഗ് ക്രീം റെഡി ആയിട്ടുണ്ട്. മൂന്നെണ്ണം ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്യാം. ഇനി റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇതിന് ഞാനൊരു ടിഫിൻ ബോക്സ് ആണ് എടുത്തിട്ടുള്ളത്. കേക്ക് കട്ട് ചെയ്യുന്ന റിംഗ് ഉണ്ടെങ്കിൽ അത് വെച്ചും ചെയ്യാം. ഇതുപോലെ കട്ടായിട്ടുണ്ട്. ഇനി ഒരു കേക്ക് ബോർഡ് എടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ക്രീം ഒഴിച്ചിട്ട് ഇനി നമുക്ക് 1 ലെയർ കേക്ക് ഇതിൻ്റെ മുകളിലായിട്ട് വെക്കാം. എന്നിട്ടൊരു ഫോർക്ക് വെച്ചിട്ട് കുത്തി കൊടുക്കാം. കുറച്ച് പാലൊഴിക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് നേരത്തെ തയ്യാറാക്കി വെച്ച വിപ്പിംഗ് ക്രീം ഇടാം. എന്നിട്ടൊന്ന് തേച്ച് കൊടുക്കാം.
ഇതേപോലെ 3 ലെയറും വെച്ചിട്ട് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. 3 ലെയറും ഫോർക്ക് വെച്ച് കുത്തി പാലൊഴിച്ചിട്ടുള്ളതാണ്. ഇതിൻ്റെ മുകളിലായി കുറച്ചുകൂടി വിപ്പിംഗ് ക്രീം വെച്ച് തേക്കാം. ഇതേപോലെ സൈഡിലൊക്കെ തേച്ച് കൊടുക്കാം. എന്നിട്ടൊന്ന് ലെവലാക്കി കൊടുക്കാം. എന്നിട്ട് കേക്ക് ചെറുതായിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ ചെയ്തു നോക്കുക. കുട്ടികൾക്കൊക്കെ ഇഷ്ടാവും. ഇത് കടയിൽ കിട്ടുന്ന കേക്ക് പോലെ തന്നെയുണ്ട്. ഇത് ഫുള്ളായിട്ടും ക്രീം കൊണ്ട് കവർ ചെയ്തെടുക്കാം. ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. വെറും 15 മിനിറ്റിലാണ് ഈ 3 ലെയർ കേക്ക് ഞാൻ ഉണ്ടാക്കിയത്, അതും ഫ്രൈയിങ് പാനിൽ. നിങ്ങളും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ വരുന്നത് വരയ്ക്കും ബൈ.